വചനസാരം വചനസാരം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, സെപ്റ്റംബർ 18 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനം. സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന വാക്കാണ് സ്നേഹം. ഇന്ന് ലോകത്തിൽ ഒരിക്കലും തെറ്റിദ്ധരിക്കാത്ത സ്നേഹമാണ് യേശുവിൻ്റേത്. ആ സ്നേഹത്തിൽ ക്ഷമയുണ്ട്, സഹനമുണ്ട്, പങ്കുവയ്ക്കലുണ്ട്, സ്വാർത്ഥതയില്ല, സുഖലോലുപതയുടെ കെട്ടുപാടുകളില്ല. ആ സ്നേഹവലയത്തിൽ പത്രോസുണ്ട്, യൂദാസുണ്ട്, ചുങ്കക്കാരനുണ്ട്, ഫരിസേയനുണ്ട്, ഉള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്, യഹൂദനുണ്ട്, ഗ്രീക്കുകാരനുണ്ട്. ഒറ്റുകാരനിൽ പോലും സ്നേഹത്തിൻ്റെ ശേഷിപ്പുകളുണ്ടെന്നറിഞ്ഞ അവനെ സ്നേഹിത എന്ന് വിളിക്കുന്ന യേശുവിൻ്റെ സ്നേഹം, സ്നേഹത്തിന് ചെന്നെത്താവുന്ന ദൂരം മരണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന യേശു സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാക്കേജ് ഇടുങ്ങിയതല്ല, അതിൻ്റെ വാതിൽ വിസ്തൃതമാണ്. ദൈവസ്നേഹത്തിന് അതിരുകളില്ലാത്ത പോലെ നിന്റെ സ്നേഹത്തിനും അതിരുകൾ ഉണ്ടാകരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. ദൈവം എനിക്ക് സ്നേഹമാണെങ്കിൽ അപരൻ എനിക്കൊരിക്കലും നരകമാകരുത്, സ്വർഗമാകണം. എൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ ആരുമായിക്കൊള്ളട്ടെ, അവൻ്റെ കണ്ണിൽ തുടിച്ചു നിൽക്കുന്ന ഈശ്വരൻ്റെ തേജോരൂപം കാണാൻ, സ്നേഹിക്കാൻ, അംഗീകരിക്കാൻ നമുക്കാകണം. ആരോ പറഞ്ഞു വച്ചിട്ടുണ്ട്, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ എല്ലാം നന്നായി, അത് ചീത്തയായാൽ എല്ലാം ചീത്ത. അതാണ് ഹൃദയം. ഹൃദയം ഒരു അവയവം എന്നതിനേക്കാൾ ഉപരി ഒരു പ്രതീകമാണ്, സ്നേഹത്തിൻ്റെ പ്രതീകം. ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളികളും തീജ്വാലയും തീജ്വാലയ്ക്ക് മതിയായ കുരിശുമായി സ്നേഹത്തിൻ്റെ പ്രപഞ്ചം തീർക്കുന്ന യേശുവിൻ്റെ തിരുഹൃദയം. ഇങ്ങോട്ട് വാങ്ങുന്നതല്ല സ്നേഹം, അങ്ങോട്ട് നൽകുന്നതാണ് സ്നേഹം. സ്നേഹം പങ്കുവയ്ക്കാനുള്ളതാണ്, നൽകുന്നതോടെ ഇരട്ടിക്കുന്നതാണ് സ്നേഹം. എങ്കിൽ ഈ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ അപരൻ നമുക്ക് സ്വർഗമാകട്ടെ. സ്നേഹമാകുന്ന യേശു നമ്മുടെ സ്നേഹപിതാവാകട്ടെ. നമ്മുടെ സ്നേഹത്തിലൂടെ മറ്റുള്ളവർ ദൈവത്തെ കാണട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതവും സ്വർഗതുല്യമാകട്ടെ. ആമേൻ. വചനസാരം വചനസാരം.